നോമ്പ് അനുതാപത്തിനുള്ള ക്ഷണവും അവസരവുമാണ്. കരുണ കാണിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്വാസം അനുതാപത്തോടെ അണിഞ്ഞാൽ തന്റെ തെറ്റുകൾ പൊറുക്കാൻ ഹൃദയമുണ്ടെന്ന വലിയ ബോധ്യമാണ്. ഏഷ്യയിലൂടെ ദൈവം സംസാരിക്കുന്നു. എൻ്റെ കണ്ണുകൾ മനുഷ്യൻ നോക്കിയിരിക്കുന്നു, അനുതാപവും എളിമയുള്ള ഒരു ആത്മാവിനെ. അനുതാപം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പാവത്തെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നും പാവത്തെ ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് കടക്കുന്നതിലൂടെയാണ് അനുതാപം സംഭവിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോയുടെ ചോദ്യത്തിന് ഒരു ആത്മനൊമ്പരത്തോടെ നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന പത്രോസിന്റെ ഉത്തരം അനുതാപമാണ്. മനസ്സിനെ മറിക്കുന്ന തിരശ്ശീല കയറണം, ശിലാഹൃദയം പിളർക്കപ്പെടണം, നാം അടയ്ക്കപ്പെട്ടിരിക്കുന്ന പാവത്തിന്റെ കല്ലറ തുറക്കപ്പെടണം. അങ്ങനെ അവൻ സ്വതന്ത്രനായി ജീവനിലേക്ക് ഉദിതനാകണം. കുംഭസ്ഥാനം അതിനുള്ള വേദിയാണ്. 50 ദിവസം നീളുന്ന നോമ്പ് യാത്രയിൽ അനുതാപവും ശാന്തതയുമുള്ള ഹൃദയം സ്വന്തമാക്കാം. പാവത്തോട് മറുതലിക്കുന്ന ഒരു ആത്മീയയാത്ര നമ്മുടേതാകട്ടെ. തിങ്ങിയ പാപത്തിനോർമകൾ വേരോടെ ഈശോ പിഴുതെറിഞ്ഞ